ടാലിയിൽ ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരേ നേച്ചറുള്ള ലെഡ്ജേഴ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ടാലി സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ അവിടെ 28 പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 28 പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ റിസർവ്ഡ് ഗ്രൂപ്പ്സ് എന്ന് നമ്മൾ പറയും. ഈ പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ്സിൽ തന്നെ 15 പ്രൈമറി ഗ്രൂപ്പ്സും പിന്നെ വരുന്ന 13 എന്താണ് സബ് ഗ്രൂപ്പ്സുമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ പ്രൈമറി ഗ്രൂപ്പ്സിനെ അല്ലെങ്കിൽ റിസർവ്ഡ് ഗ്രൂപ്പ്സിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ അതിനെ ഓൾട്ടർ ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. ഓക്കെ, പക്ഷേ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാം. ആ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്തായിരിക്കണം, ഈ പ്രൈമറി ഗ്രൂപ്പിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് നമുക്ക് മെയിൻ ഗ്രൂപ്പ്സും ക്രിയേറ്റ് ചെയ്യാം, സബ് ഗ്രൂപ്പൊക്കെ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റു കാര്യമേ ഉള്ളൂ, അത് ഈ മെയിൻ ഗ്രൂപ്പുമായിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പ്രൈമറി ഗ്രൂപ്പ്സിൽ പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ശരിക്കും ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറാണ്. അപ്പം ഏറ്റവും മുകളിൽ നിൽക്കുന്നതിനെ നമ്മൾ പാരൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയും. ആ പാരൻറ്റ് ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചിൽഡ്രൻ എന്നുള്ള രീതിയിൽ ഓരോ സബ് ഗ്രൂപ്പായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ഹയറാർക്കിയിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെയിൻ ഗ്രൂപ്പ് എന്ന് അല്ലെങ്കിൽ പ്രൈമറി ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ അകത്ത് മെയിനായിട്ടും 15 വരുന്നത്. അതിൽ 6 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റംസും 9 ബാലൻസ് ഷീറ്റ് ഐറ്റംസുമായിട്ടാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പ്രൈമറി ഗ്രൂപ്പ്സിൽ പെടുന്നത് ഒന്നാമത്തത് ബ്രാഞ്ച് ആൻഡ് ഡിവിഷൻ എന്നുള്ള ഗ്രൂപ്പുണ്ട്. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട്സ്, ലോൺസ്, സസ്പെൻസ് അക്കൗണ്ട്, കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, സെയിൽസ് അക്കൗണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് ഇൻകം, മിസലേനിയസ് എക്സ്പെൻസസ്, പർച്ചേസ് അക്കൗണ്ട്സ്, ഡയറക്റ്റ് ഇൻകം, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇപ്പോൾ ഈ 15 നമ്മൾ പ്രൈമറി ഗ്രൂപ്പിൽ പറയും. ഇനി അടുത്ത് പറയുന്നത് സബ് ഗ്രൂപ്പാണ്. ഈ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, പ്രൈമറി ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാണ്. അത് നമുക്ക് 13 നമുക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ സബ് ഗ്രൂപ്പിൻ്റെ ലിസ്റ്റിൽ പെടുന്നത് സൺഡ്രി ക്രെഡിറ്റേഴ്സ്, സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, അൺസെക്യൂർഡ് ലോൺസ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്, സെക്യൂർഡ് ലോൺസ്, ഡിപ്പോസിറ്റ്സ്, ബാങ്ക് സേഡി അക്കൗണ്ട്സ്, പ്രൊഫഷൻസ്, സൺഡ്രി ഡെബ്റ്റേഴ്സ്, ബാങ്ക് അക്കൗണ്ട്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ലോൺ ആൻഡ് അഡ്വാൻസസ്. അപ്പോൾ ഇതാണ് സബ് ഗ്രൂപ്പിൽ നമ്മൾ പറയുന്നത്. അങ്ങനെ മൊത്തം 28 പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ്സ് നമുക്ക് ടാലിയിൽ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു ടാലിയിൽ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.